നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ 2024-25 വർഷത്തേക്കുള്ള അപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതിലാദ്യം രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ പറയുന്നു. ഓൾറെഡി ഞാൻ ആ ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി NFSU 2024-25 കാലയളവിലെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ അക്കാഡമിക് ഇയറിനുള്ള രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നോക്കുക, ഫെബ്രുവരി 19 തുടങ്ങി മെയ് 10 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫെബ്രുവരി 19 തുടങ്ങി മെയ് 10 വരെ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ്റെ ഫീ 2000 രൂപയാണ് എല്ലാവർക്കും, എല്ലാ കാറ്റഗറിക്കും. ഏത് കാറ്റഗറി ആണെങ്കിലും രജിസ്ട്രേഷൻ ഫീ 2000 ആണ്. ഇനി മോഡ് ഓഫ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൻ്റെ പാറ്റേൺ MCQ ആണ്. 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ എക്സാമിൻ്റെ ഉണ്ടാവുക. എക്സാം ജൂൺ 15-16 തീയതികളിലായിരിക്കും. ഇനി അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം, അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ്. അതിൽ നിങ്ങൾ ആദ്യം admission.nfsu.ac.in എന്നുള്ള സൈറ്റിൽ എൻ്റർ ചെയ്യുക. ആ സൈറ്റിൽ ചെന്നതിന് ശേഷം രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ആ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക, കൺട്രി എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുക്കുമ്പോൾ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP ഉപയോഗിച്ച് ആ ഇമെയിൽ വെരിഫൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, അത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എഗെയിൻ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. അതിനും ഒരു OTP വരും, ആ നമ്പർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് താമസം അല്ലെങ്കിൽ നിങ്ങളുടെ റിസൈഡിങ് സ്റ്റേറ്റ് ഏതാണ് അത് കൊടുക്കണം. എന്നിട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഈ പറഞ്ഞ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റെപ്സ്, കംപ്ലീറ്റ് ദ റിമൈനിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും ഒക്കെ നടത്തണം. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്, ഏതൊക്കെ കോഴ്സിനാണുള്ളത്, അതേപോലെ എത്രയാണ് അവിടുത്തെ ഫീ, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും ഞാൻ ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക്, അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ് ആവാം, അതൊക്കെ ഉപയോഗിക്കാം പ്രൂഫ് ഓഫ് ബർത്ത് ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട്. അതേപോലെ നിങ്ങളുടെ 10th-ൻ്റെയും 12th-ൻ്റെയും മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ സിഗ്നേച്ചർ, ഇപ്പോൾ നിങ്ങൾ നീറ്റിന് ചെയ്തതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ID പ്രൂഫ്, അത് ആധാർ കാർഡ് ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉപയോഗിക്കാം. അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SC/ST കമ്മ്യൂണിറ്റികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് താലൂക്ക് ഓഫീസിൽ നിന്നുള്ളതായിരിക്കണം, വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്നുള്ളതാണ്, വില്ലേജിൽ നിന്നല്ല. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ്, ഈ ഡോക്യുമെൻറ്റുകൾ, ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NCLൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് അവരുടെ പ്രോസ്പെക്ടസിലുണ്ട്. അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് വാങ്ങാം. അതേപോലെ OBC കാറ്റഗറിയിലെ NCL വിഭാഗങ്ങൾ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് എന്ന് തുടങ്ങിയായിരിക്കണം? 2023 ഏപ്രിൽ 1 ശേഷം കിട്ടിയതായിരിക്കണം. പഴയ സർട്ടിഫിക്കറ്റ് അല്ല, 2023 ഏപ്രിൽ 1 ശേഷം കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതും താലൂക്കിലേതായിരിക്കണം. അതേപോലെ പാസ്പോർട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് നീറ്റിന് ഉപയോഗിക്കാം, ഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ EWS സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റും നിങ്ങൾ താലൂക്കിൽ നിന്ന് എടുത്തതായിരിക്കണം. ഓൺ ഓർ ആഫ്റ്റർ April 1, 2023, 2023 ഏപ്രിൽ 1 ശേഷം എടുത്തതായിരിക്കണം. അതായത് OBC NCLും EWSും ഈ പറഞ്ഞ ഡേറ്റിന് ശേഷമായിരിക്കണം എടുത്തിട്ടുണ്ടാവുക. രണ്ടും താലൂക്കിൽ നിന്ന് എടുത്തതായിരിക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തായാലും താലൂക്കിൽ നിന്നായിരിക്കണം. അതിന് വാലിഡിറ്റി ഉണ്ടാവണം. ഈ ഡേറ്റിൽ തന്നെ ഉള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്. ഇനി എക്സാം സെന്റർ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. അപ്ഡേറ്റ് വന്നാൽ പിന്നീട് വേറെ സെന്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ഇടാം. ഇപ്പം നിലവിൽ തിരുവനന്തപുരം മാത്രമാണ്. ഇനി എക്സാം പാറ്റേണിൽ ശ്രദ്ധിക്കുക, ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. തെറ്റിയാൽ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/4, 4-1, 0.25 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ്, ഇംഗ്ലീഷിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക.
അതേപോലെ ഇതിലെ സീറ്റ് റിസർവേഷൻ നോക്കിയാൽ EWS കാറ്റഗറിക്ക് 10% സീറ്റ് റിസർവ്ഡ് ആണ്. OBCയിലെ NCL കാറ്റഗറിക്ക് മാത്രം 27% സീറ്റ് റിസർവ്ഡ് ആണ്. SC കാൻഡിഡേറ്റിന് 15%, ST കാൻഡിഡേറ്റിന് 7.5%, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് അതത് കാറ്റഗറികളുടെ 5%. പിന്നെ സർവീസ് ഡിഫൻസിന് അതിലൊരു പ്രയോറിറ്റി ഒക്കെ ഉണ്ട്. അതായത് ഡിഫൻസിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവും. അത്രയും പ്രയോറിറ്റി ഉണ്ടാവില്ല നിലവിൽ വർക്ക് ചെയ്യുന്നവരുടേത്. അതേപോലെ റിട്ടയർ ആയവർക്ക്, ഇങ്ങനെ ഓരോ കാറ്റഗറിക്കും ഒരു പ്രയോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും റിസർവേഷൻ ഉണ്ടാവുക. പിന്നെ ഫോറിൻ നാഷണൽസിനും ഇതിൽ EWS, OBC, NCL, SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ റിസർവേഷൻ കിട്ടുക. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഡിസബിലിറ്റി ഉള്ളവർക്ക് നിങ്ങളുടെ UDID കാർഡോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ ഡേറ്റിൽ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്ത, വില്ലേജിലേതല്ല താലൂക്കിലേതാണ്, ആ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ഞാൻ വേണ്ട ഡോക്യുമെന്റും എക്സാമിൻ്റെ ഡീറ്റെയിലും റിസർവേഷൻ കാറ്റഗറിയുമാണ് പറഞ്ഞത്. ഇനി ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്യാം, അതിന് എത്ര സീറ്റ് ഉണ്ട്, അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഞാൻ ഓൾറെഡി ബോർഡ് നോക്കിയാൽ അറിയാം ഒരുപാട് ക്രൗഡഡ് ആണ്. റീസൺ ഞാൻ എല്ലാ കോഴ്സും കൂടി ഒന്നിച്ച് ആ ലിസ്റ്റിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, ആദ്യത്തെ കോഴ്സ് ഇപ്പം ഇത് ഈ നോക്കിയാൽ അറിയാം ഒരു 3, 6, 7 കോഴ്സുകളും ഇവിടെയുണ്ട്. അതായത് +2 പാസ്സായ കുട്ടികൾ, ഇതല്ലാതെ ഡിപ്ലോമ കോഴ്സും PG കോഴ്സുകളൊക്കെ വേറെയുണ്ട്. +2 പാസ്സായ ഒരു കുട്ടിക്കുള്ള കോഴ്സുകൾ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ല, ആദ്യത്തേത് BSc MSc ഫോറൻസിക് സയൻസ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. BSc MSc ഫോറൻസിക് സയൻസ് ആണ്, 5 വർഷത്തെ കോഴ്സാണ്. അതിൻ്റെ സീറ്റ് നോക്കിയാൽ ഗാന്ധിനഗർ ക്യാമ്പസിൽ 40 സീറ്റ്, ഡൽഹി ക്യാമ്പസിൽ 40 സീറ്റ്, ഗോവ ക്യാമ്പസിൽ 40 സീറ്റ്, ത്രിപുരയിൽ 30 സീറ്റ്, ധാർവാഡിൽ 30 സീറ്റ്, ഭോപ്പാലിൽ 30 സീറ്റ്. ഇത്രയും സീറ്റ് ഉണ്ടാവും ഈ കോഴ്സിന്. ഫീസ് 65,000 രൂപയാണ്. ഓരോ സെമസ്റ്ററിനും 65,000 ആണ്. അതായത് 5 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 10 സെമസ്റ്റർ ഉണ്ടാവും. അപ്പോൾ 65,000 × 10 ഉണ്ടാവും. അപ്പോൾ ഫീസ് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ കോഴ്സിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ ഫീസ് ശ്രദ്ധിക്കുക, 65,000 പെർ സെം ആണ്. അതിന് എലിജിബിലിറ്റി +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 അപ്പിയറിംഗ് ആയിരിക്കണം. അപ്പിയറിംഗ് ആയിരിക്കുന്നവർക്ക് എഴുതാം, പാസ്സായ കുട്ടികൾക്കും എഴുതാം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോലുള്ള സയൻസ് പഠിച്ചിരിക്കണം. ഇതിലിപ്പോൾ മാത്സ് പഠിച്ച് അല്ലെങ്കിൽ ഈ 4 ഫിസിക്സ്, കെമിസ്ട്രി മസ്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ബയോളജി ഓർ മാത്സ് എടുത്താലും അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറാം. ബാക്കി ആദ്യത്തേത് രണ്ടും മസ്റ്റ് ആയിരിക്കണം. 60% മാർക്ക് ഹയർ സെക്കൻഡറിയിൽ ഇതിൽ ഓരോന്നിനും, ജനറൽ കാറ്റഗറി, OBC ഒക്കെ EWSനൊക്കെ 60% ആണെങ്കിൽ SC ST കാറ്റഗറിക്ക് മാത്രം 55% മതി. ഇതിൽ എക്സെപ്ഷൻ SC STക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും 60% മാർക്ക് വേണം. ഇനി എന്തിൻ്റെ ബേസിലാണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ടെസ്റ്റ് NFIT 2024 റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ്. ഇനി ആ എക്സാമിന് ഇവർ എഴുതേണ്ടത് ഏതാ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് എഴുതേണ്ടത്. അപ്പോൾ എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടാവും. അതാണ് ഞാനിവിടെ പറഞ്ഞത് ഈ മാത്സിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. എങ്കിലാണ് നിങ്ങൾക്ക് അവിടെ ബയോളജി എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എക്സാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ഒന്നാമത്തെ കോഴ്സ്. രണ്ടാമത്തെ കോഴ്സ് BTech MTech. ഇതും ഇൻ്റഗ്രേറ്റഡ് ആണ്. BSc MSc പോലെ BTech MTech സൈബർ സെക്യൂരിറ്റിയാണ് കോഴ്സ്. 5 വർഷമാണ്. ഇതും ഗാന്ധിനഗറിൽ 40 സീറ്റുണ്ട്, ഡൽഹിയിൽ 40 സീറ്റുണ്ട്, ത്രിപുരയിൽ 40 സീറ്റുണ്ട്, ധാർവാഡിൽ 30 സീറ്റുണ്ട്, ഗുവാഹത്തിയിൽ 30 സീറ്റുണ്ട്. ഇത്രയും സീറ്റ് ഉണ്ടാവും. ഇവിടുത്തെ ഫീസ് നോക്കുക, ആദ്യത്തെ 6 സെമസ്റ്ററിന് 65,000 രൂപയാണ്. എന്നാൽ 7 തുടങ്ങി 10 വരെയുള്ള അവസാനത്തെ 4 സെമ്മിന് 90,000 രൂപയാണ് ഫീസ്. ഫീസിൽ 2 കാറ്റഗറി ആയിട്ടാണ്. ആദ്യത്തെ 6 സെമ്മിന് 65,000, പിന്നെയുള്ള 4 സെമ്മിന് 90,000. +2 പാസ്സായിരിക്കണം. ഫിസിക്സും മാത്സും കമ്പൽസറി ആയിരിക്കണം. ഫിസിക്സും മാത്സും കമ്പൽസറി ആയിരിക്കണം. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമില്ല. ഓക്കെ, കമ്പൽസറി ആയിരിക്കണം. 60% മാർക്ക് എല്ലാ കാറ്റഗറിക്കും, SC STക്ക് മാത്രം 55%. ഇത് NFITയുടെ ബേസിലല്ല, JEE മെയിൻ്റെ ബേസിലാണ്. JEE മെയിൻ ക്വാളിഫൈ ആയാലേ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. JEE മെയിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് അലോട്ട്മെന്റ്. അടുത്തത് BA MA ക്രിമിനോളജി കോഴ്സാണ്. ഇതും ഇൻ്റഗ്രേറ്റഡ് ആണ്. BA MA ക്രിമിനോളജി കോഴ്സ് 5 വർഷത്തെ കോഴ്സാണ്. ഇവിടെ ഗാന്ധിനഗറിൽ 30 സീറ്റാണ് സീറ്റുള്ളത്. പെർ സെം 60,000 രൂപയാണ്. ആകെ 30 സീറ്റേ ഉള്ളൂ കേട്ടോ. 60,000 രൂപയാണ് ഫീ. +2 ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ഏത് സ്ട്രീമും ആവാം.
60% മാർക്ക് വേണം ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC-ക്കൊക്കെ. SC/ST-ക്ക് 55%. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ NFIT എക്സാം എഴുതണം. അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന എക്സാം എഴുതണം. 100 ക്വസ്റ്റിൻ്റെ ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഇംഗ്ലീഷും അനലിറ്റിക്കൽ എബിലിറ്റിയും ജനറൽ നോളജും ഒക്കെ ഉണ്ടാവും സിലബസിൽ, എക്സാമിൻ്റെ സിലബസിൽ. ഇനി അടുത്തത് BSc MSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. അതും 5 വർഷത്തെ കോഴ്സാണ്. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി ക്യാമ്പസിൽ 30 സീറ്റാണുള്ളത്. ഒരു സെമസ്റ്ററിന് 65,000 ഫീ. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. ഇവിടെ പെർസെൻറ്റേജ് നോക്കുക, 55% മതി ജനറലിന്. ഇതുവരെ 60 ആയിരുന്നു എല്ലാ കോഴ്സിനും ചോദിച്ചിരുന്നത്, ആദ്യത്തെ 3 കോഴ്സിനും. ഇവിടെ വന്നപ്പോൾ അത് 55% മതി. SC/ST ആണെങ്കിൽ 50% മതി. 55% ബാക്കിയുള്ള കാറ്റഗറിക്ക്. ഇത് എക്സാമിൻ്റെ ബേസിലല്ല, +2 മാർക്കിൻ്റെ ബേസിലാണ്. ഓക്കെ, എക്സാം എഴുതേണ്ടതില്ല, +2 മാർക്കിൻ്റെ ബേസിൽ അവർ റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ അടുത്ത കോഴ്സാണ് BBA MBA. ഇതും ഇൻ്റഗ്രേറ്റഡ് ആണ്. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സാണ്. 5 വർഷത്തെ കോഴ്സ്. ഗാന്ധിനഗർ ക്യാമ്പസിൽ 40 സീറ്റുണ്ട്. അതേപോലെ ഡൽഹി ക്യാമ്പസിൽ 30 സീറ്റുണ്ട്. ആകെ 70 സീറ്റേ ഉള്ളൂ. ഒരു സെമസ്റ്ററിന് 65,000 ആണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. സ്ട്രീം പറഞ്ഞിട്ടില്ല, ഏത് സ്ട്രീമിലും എടുക്കാം. 60% നോർമൽ കാറ്റഗറിക്കും 55% SC or ST കമ്മ്യൂണിറ്റിക്കും വേണം. NFIT നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ്. അതായത് NFIT വഴി BSc MSc കോഴ്സ് ഉണ്ട്. NFIT വഴി നിങ്ങൾക്ക് BA MA ക്രിമിനോളജി എടുക്കാം. അതേപോലെ BBA MBA കോഴ്സും എടുക്കാം. ഇതൊക്കെ NFIT വഴിയാണ്, ഈ 3 മാത്രം. അതേസമയം BTech MTech ആണെങ്കിൽ JEE മെയിൻ വഴിയാണ്. BSc MSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ആണെങ്കിൽ +2 മാർക്കിന്റെ ബേസിലാണ്. ഓക്കെ, ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നിച്ച് എഴുതിയത്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, NFIT-യുടെ ബേസിലാണ്. ഇവിടെ നിങ്ങൾക്ക് ജനറൽ നോളജും ലോജിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മെന്റൽ എബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള പേപ്പറുകളിൽ നിന്നൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക, NFIT-യുടെ എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ റിസ്ക് എടുക്കേണ്ട. നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണോ കോഴ്സ്, ആ കോഴ്സിനുള്ള എക്സാമാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് BBA LLB ഓണേഴ്സും BSc LLB ഓണേഴ്സ് കോഴ്സും. അപ്പോൾ BBA LLBയും ഉണ്ട്, BSc LLBയും ഉണ്ട്. ഇതിന്റെ രണ്ടിനും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുപോലെ. രണ്ടും 5 വർഷമാണ് കോഴ്സ്. BBA LLB എടുത്താലും BSc LLB എടുത്താലും 5 വർഷമാണ്. ഇത് ഡൽഹിയിൽ 40 സീറ്റാണ് BBA LLBക്ക്. എന്നാൽ ഗാന്ധിനഗറിൽ 40 സീറ്റാണ് BSc LLBക്ക്. രണ്ട് ക്യാമ്പസിലാണ്. രണ്ടിനും ഫീസ് ഒരു സെമസ്റ്ററിന് 65,000 തന്നെയാണ്. ഇനി ഏത് സ്ട്രീമിലാണെങ്കിലും കുഴപ്പമില്ല, +2 പാസ്സായിട്ടുണ്ടാവണം. ഇവിടെ 50% മാർക്ക് മതി ഓപ്പൺ കാറ്റഗറിക്ക്. SC/ST കമ്മ്യൂണിറ്റിക്ക് 45% മതി. ഇതിന് ഹയർ സെക്കൻഡറി മാർക്കും അല്ല, NFIT-യും അല്ല, JEE-യും അല്ല, ക്ലാറ്റ് എക്സാം ക്വാളിഫൈ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ആണ്. ചില കോഴ്സുകൾക്ക് NFIT ആണെങ്കിൽ ചിലതിന് JEE മെയിൻ ആണ്, ചിലതിന് ഹയർ സെക്കൻഡറി ആണ്, ചിലതിന് ക്ലാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നിച്ചൊരു സ്ക്രീനിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കത് കാര്യം ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാര്യങ്ങൾ ഏകദേശം ധാരണ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം. ഡേറ്റ് ഷെഡ്യൂളൊക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ബാക്കി അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.